നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ആൽബിൻ ബ്ലോഗ്സിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഇലവീഴ പൂഞ്ചിറയാണ്. ഇലവീഴ പൂഞ്ചിറ എല്ലാവർക്കും അറിയാവുന്നൊരു പ്രദേശമാണ് എന്ന് തോന്നുന്നു. നമ്മുടെ കോട്ടയം ജില്ലയിൽ മേലുകാവിലാണ് ഇലവീഴ പൂഞ്ചിറ. അപ്പോൾ നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് പാലായിൽ നിന്ന് കൊല്ലപ്പള്ളിയിൽ നിന്ന് കിടക്കുന്ന വഴിയാണിത്. ഈ വഴിയെ നമ്മൾ നേരെ പോരുക. അതിനുശേഷം നമ്മളൊരു മെയിൻ റോഡിൽ നമ്മൾ എത്തും. അവിടുന്ന് റൈറ്റ് പോകാതെ നേരെ ലെഫ്റ്റ് പോരുക. ഏകദേശം ഒരു 3 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വലത്തോട്ട് ഒരു കട്ടിങ് ഉണ്ട്. നമുക്ക് അതിലേ തിരിഞ്ഞു വേണം പോകാനായിട്ട്. അപ്പോൾ അവിടെയായിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇലവീഴ പൂഞ്ചിറ എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലെ കട്ട് ചെയ്ത് നമ്മൾ റൈറ്റ് കയറി പോരുക. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്കിപ്പം എന്നാ പറയുന്നത്, ഇപ്പോൾ ഈ റൂട്ട് പറഞ്ഞു തന്നില്ല എന്നെങ്കിൽ പോലും നമുക്ക് ആരോട് ചോദിച്ചാലും ഏത് മനുഷ്യരോട് ചോദിച്ചാലും വഴി നല്ല കറക്റ്റായിട്ട് പറഞ്ഞു തരും കേട്ടോ. പിന്നെ ഞാൻ ഈ പറഞ്ഞ വഴി എന്ന് പറയുന്നത് നമ്മൾ പാലാകൂടി കൊല്ലപ്പള്ളി കൂടി പോരുമ്പോഴുള്ള ഒരു വഴിയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ആരോട് ചോദിച്ചാലും നമുക്ക് വഴി കറക്റ്റായിട്ട് പറഞ്ഞു കിട്ടും. അങ്ങനെ എന്തൊക്കെയായാലും നമ്മൾ ഈ ഞായറാഴ്ച ഇലവീഴ പൂഞ്ചിറ വിട്ടേക്കുവാണ്. നല്ല അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 4 കിലോമീറ്റർ മുന്നോട്ട് പോന്നു കഴിഞ്ഞപ്പോൾ വലത്തോട്ടൊരു വഴി കിടക്കുന്നത് കണ്ടു. ആ വഴിയാണ് ഇലവീഴ പൂഞ്ചിറയ്ക്കുള്ളത്. പക്ഷേ എനിക്ക് അബദ്ധം പറ്റി, ഞാൻ നേരെ മുന്നോട്ട് പോയി. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങളാ കണ്ട റോഡ് തന്നെയാണ് ഇലവീഴ പൂഞ്ചിറയ്ക്ക് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ വലത്തോട്ട് തിരിഞ്ഞ് നമ്മൾ നേരെ പോകുന്നു. അപ്പോൾ ഈ റോഡ് സ്ട്രെയിറ്റ് കിടക്കുന്നത് ഇലവീഴ പൂഞ്ചിറയ്ക്കാണ് കേട്ടോ. പിന്നെ ഇലവീഴ പൂഞ്ചിറയെക്കുറിച്ച് പറയുവാണെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആണ്, നല്ല കിടുക്കാച്ചി സ്ഥലമാണ് കേട്ടോ. ഇപ്പം കോട്ടയത്തുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും, അല്ലാതെയുള്ള പ്രദേശത്തുള്ളവർക്കും അറിയാം. എന്തായാലും നിങ്ങൾ പോകാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വരണം. ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്നത് നമ്മുടെ മേലുകാവ് എന്ന പ്രദേശത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. മേലുകാവിനെ കുറിച്ച് പറയുവാണെങ്കിൽ നിങ്ങൾ മറ്റേ ശ്രീനിവാസൻ ഒരു ബാർബറൊക്കെ ആയിട്ട് മമ്മൂട്ടി ഒരു ഫിലിം സ്റ്റാറൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ട് പടം ഉണ്ടല്ലോ, അതൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെയാണ് കേട്ടോ, ഈ മേലുകാവ് എന്ന് പറയുന്ന പ്രദേശത്താണ്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നല്ല അടിപൊളി നല്ല കാഴ്ചകൾ കണ്ടു കേട്ടോ. വഴിയുടെ സൈഡിലൊക്കെ ആണെങ്കിൽ നല്ല ഉയർന്നു വളരെ ഹൈറ്റിൽ പാറകൾ നിൽക്കുവാണ്. അപ്പോൾ എന്തായാലും അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു 10-15 മിനിറ്റ് അവിടെ നിന്നിട്ട് പോകാം എന്ന് വിചാരിച്ചു. നല്ല അടിപൊളി ഭംഗിയാണ് കേട്ടോ. നമ്മൾ പോരുന്ന വഴിക്ക് ആ ചേച്ചി കുഞ്ഞുങ്ങളുമായിട്ട് പോരുന്ന കണ്ടില്ലേ. അപ്പോൾ ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തി പറയുകയായിരുന്നു, അവർക്ക് ഒന്ന് ആശുപത്രിയിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ വീട്ടിലോട്ടുള്ള സാധനങ്ങൾ പലചരക്ക് സാധനങ്ങൾ മേടിക്കണമെങ്കിലോ അവർക്കൊരു 3.5 കിലോമീറ്ററോളം അവർക്ക് നടന്നു വേണം പോകാനായിട്ട്. ഇപ്പോൾ ആ ചേച്ചി കയറി വന്നപ്പോൾ ആ ഒരു കുഞ്ഞിനെ എടുത്ത് പിടിച്ച് കൂട്ടത്തിൽ 2 പിള്ളേരുണ്ട്. അപ്പോൾ ആ കുഞ്ഞിനെയൊക്കെ എടുത്ത് പിടിച്ച് നടന്നു പോരുന്ന കണ്ടപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി കേട്ടോ. കാരണം അപ്പോൾ ആ ചേച്ചി പറയായിരുന്നു 3.5 കിലോമീറ്ററോളം അവർക്ക് നടക്കണം എന്നുള്ളത് താഴെ വണ്ടി കിട്ടാനായിട്ട്. അപ്പോൾ ഇപ്പം നമുക്കിപ്പം ഓഫ് റോഡ് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഓഫ് റോഡാണ്, നമുക്ക് യാത്ര ചെയ്യാം, സന്തോഷിക്കാം. പക്ഷേ വേറൊരു സൈഡ് നോക്കുമ്പോൾ അവിടെ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് അവർക്കൊരു സഞ്ചാരയോഗ്യമായ റോഡില്ല. അപ്പം ജനവാസമുള്ള ഒരു പ്രദേശം വരെയും ഒരു റോഡ് സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ബസ് സർവീസേലും കിട്ടും, അവർക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. അവിടുത്തെ ജനങ്ങൾ ജയിപ്പിച്ച് വിട്ട ജനപ്രതിനിധികളൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ മനുഷ്യരുടെയൊക്കെ അവസ്ഥകൾ കാണണം, അവരുടെയൊക്കെ ആ ഒരു ബുദ്ധിമുട്ടിനൊക്കെ ഒരു പരിഹാരം കാണുന്നത് നല്ലതായിരിക്കും കേട്ടോ.
കാരണം എന്നെ സംബന്ധിച്ച് ആ ചേച്ചി പോരുന്നത് കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ വളരെ രസകരമായിട്ട് തോന്നി ആ ചേട്ടൻ തലയിൽ ചുമടുമായിട്ട് കയറി പോകുന്നത് കണ്ടപ്പോൾ. തലയിൽ എങ്ങനെ പോലും ഒരു 10-15 കിലോ അടുത്ത് വെയിറ്റ് കാണും കേട്ടോ. അപ്പം പുള്ളിയോട് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞു വഴിയെ പോവുകയാണെങ്കിൽ ചുറ്റിക്കറങ്ങി പോകണം, നടക്കാൻ മേല. അപ്പം ഞാൻ ചോദിച്ചു ചേട്ടനപ്പോൾ ഇതിലേ കയറി പോകുമ്പോഴോ, അത് ഇത്രയും നടന്നാൽ പോരെ എന്നാണ് ചേട്ടൻ ചോദിച്ചത്. അപ്പോൾ അതിൽ വഴിയില്ല, എങ്ങനെ കയറി പോകും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു സെറ്റപ്പാണ് കേട്ടോ. പക്ഷേ ഈ മലയോര പ്രദേശത്തുള്ള ആൾക്കാർക്കൊക്കെ ഇത് സർവ്വസാധാരണമായിരിക്കാം, എന്നാലും അതും കണ്ടപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നി. ഒത്തിരി സംസാരിച്ച് ബോറടിപ്പിക്കാത്ത വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കൂടുതൽ ആൾക്കാരും ജീപ്പ് ലവേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ ജീപ്പിൻ്റെ ഒരു നാച്ചുറൽ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ഇഷ്ടമായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഒത്തിരി സംസാരിക്കാത്തത് കേട്ടോ. നമുക്ക് സ്ട്രെയിറ്റ് തന്നെയാണ് പോകേണ്ടത്, എന്നാലും ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ചേച്ചിയോട് ചോദിച്ചാണ് കേട്ടോ. അപ്പം നേരെ തന്നെയാണ് പോകേണ്ടത്, വളവോ തിരിവോ ഒന്നുമില്ല, നേരെ പോയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ, വേറൊന്നുമല്ല, കാരണം നമ്മുടെ ഈ ഒരു മേലുകാവ് എന്നുള്ളൊരു പ്രദേശത്തിൻ്റെ ഒരു സൗന്ദര്യം കേട്ടോ. കാരണം ഒരു ഗ്രാമപ്രദേശത്തിൻ്റേതായിട്ടുള്ള ഭംഗി ഉണ്ട് താനും, പക്ഷേ ഒരു മലയോര പ്രദേശത്തിൻ്റെ രണ്ടും കൂടി ഒരു മിക്സ് ചെയ്തിട്ടുള്ള നമുക്കൊരു നല്ലൊരു കാഴ്ചകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ ഒരു വഴികളെന്ന് പറയുന്നത് പക്കാ ഓഫ് റോഡൊന്നും അല്ല. ഇപ്പം നമ്മൾ എന്നാ പറയുക, നമ്മളിപ്പം ലാസ്റ്റ് പാൽക്കുളമേട് പോയി ആ രീതിക്കുള്ളൊരു ഓഫ് റോഡോ കാര്യങ്ങളോ അല്ല. വണ്ടിയാണെങ്കിൽ വണ്ടി പോകും, ഓട്ടോറിക്ഷ പോകുന്നുണ്ട്, ഒക്കെ പോകും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ പണ്ട് കാലങ്ങളിലുള്ള ഒരു നാട്ടുവഴികളുടെയും ഗ്രാമപ്രദേശങ്ങളിലെ ഉൾവഴികളുടെയൊക്കെ ഒരു സൗന്ദര്യമാണ് കേട്ടോ. ശരിക്കും നമുക്കത് എന്നെ സംബന്ധിച്ച് ഒത്തിരി കുട്ടിക്കാലത്തോട് കൊണ്ടുപോയി. എൻ്റെ ചെറുപ്പത്തിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടാറിട്ട റോഡുകൾ, മെയിൻ റോഡുകളേ ഉള്ളൂ. പിന്നെ ഉള്ളിലോട്ടുള്ള ഈ പോക്കറ്റ് റോഡുകൾ എന്നൊക്കെ പറയുന്നത് തന്നെ ടാറിടാത്ത വഴികളേ ഉള്ളൂ, മൊത്തം മണ്ണ് വഴികളാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അതാണ് നമ്മുടെ ഒരു ഓർമ്മകൾ പഴയ കാലങ്ങളിലോട്ട് തിരികെ പോയി എന്ന് വേണേ പറയാം. നമുക്ക് 2 ബൈക്ക് മേളിൽ ഇറങ്ങുന്നതാണോ? എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? ഞാൻ എവിടെയെങ്കിലും ട്രിപ്പ് പോകുമ്പോഴുണ്ടല്ലോ, ഞാൻ വീഡിയോസ് കൂടുതലും എടുത്തു വയ്ക്കും. പക്ഷേ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ 1.25 മണിക്കൂറുണ്ടായിരുന്നു. അതാണ് നമ്മൾ എഡിറ്റ് ചെയ്ത് നമ്മളൊരു 17 മിനിറ്റ് 18 മിനിറ്റ് ആ ഒരു ടൈം നമ്മൾ ലെങ്തിലോട്ടാക്കിയത്. പക്ഷേ നമുക്ക് ഇപ്പോൾ ഈ ഇലവീഴ പൂഞ്ചിറ പോയതാണെങ്കിൽ തന്നെ നമുക്ക് ഒറ്റ എപ്പിസോഡിൽ നമുക്ക് തീർക്കാനായിട്ട് സാധിക്കും. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വീഡിയോയ്ക്ക് ഒരു പൂർണ്ണത ഇല്ലാതായിട്ട് പോകും കേട്ടോ. ഞാനങ്ങനെയാണ് ചിന്തിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഞാൻ പോയ ആ ഒരു സെയിം ഫീല് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി എഡിറ്റ് ചെയ്ത് കളഞ്ഞാൽ ആ വീഡിയോ ഒരു ഭംഗിയില്ലാതായിട്ട് പോകും. ഞാൻ അതുകൊണ്ടാണ് ചില എപ്പിസോഡുകൾ, ഇപ്പോൾ ഈ പാൽക്കുളമേട് പോയത് തന്നെ 4 എപ്പിസോഡിൽ തീർത്തത്. അത് നമുക്ക് ഒറ്റ എപ്പിസോഡിൽ തീർക്കാം, പക്ഷേ അതിൻ്റെ ആ ഒരു ഭംഗിയില്ലായ്മയായിട്ട് പോകും കേട്ടോ. പിന്നെ ഇപ്പോൾ ആ ജീപ്പ് വന്നപ്പോൾ നമ്മൾ പതുക്കെ വീഡിയോ ഒക്കെ എടുത്ത് പോകുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് നമ്മൾ വഴി മാറിക്കൊടുത്തത്. അവർ കയറിപ്പോയിക്കോട്ടെ, നമുക്കപ്പം പതുക്കെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ ടൈം എടുത്താണ് കയറി പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.
പിന്നെ നമ്മൾ രാവിലെ ഒരു 10 മണിയായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മുടെ കൂട്ടത്തിലുള്ളത് മെൽവിൻ കുട്ടനുണ്ട്, പിന്നെ സൂര്യാപ്പനുണ്ട്. സൂര്യാപ്പൻ നമ്മുടെ വേണ്ടപ്പെട്ടൊരു പയ്യനാണ് കേട്ടോ. പിന്നെ ജോസ്മോനുണ്ട്. ജോസ്മോൻ മമ്മിയുടെ ആങ്ങളയുടെ മോനാണ്. പിന്നെ ചേട്ടായി ഇല്ല കേട്ടോ, ചേട്ടായി പോകുന്നില്ല. പിന്നെ അപ്പം നമ്മളൊരു 10 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. രാവിലെ കാപ്പി കുടിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ഉച്ചയ്ക്കത്തേക്കുള്ള ഭക്ഷണം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. കപ്പയുണ്ട്, മീൻകറിയുണ്ട്, പിന്നെ മുളക് ചാലിച്ചതുണ്ട്. അപ്പം നല്ല അടിപൊളി ഫുഡൊക്കെയാണ്. പിന്നെ കട്ടൻ കാപ്പി എടുത്തിട്ടുണ്ട്. അത് കപ്പയുടെ കൂടുതൽ ചെരിവൊക്കെ കൂട്ടി കഴിക്കുമ്പം കട്ടൻ കാപ്പി ഉള്ളത് നല്ല സെറ്റപ്പാണ് കേട്ടോ. I've got an itch I can't scratch, I'm missing a piece that completes a whole part of me, an open wound scar to see. Everybody come here, gather round, welcome to the freak show, the best in town. What the hell's wrong with me? I don't get along with anybody, honestly. I've been living in my own head constantly, thoughts jumbled round, think I need a new lobotomy. Wait, all these thoughts are too negative, I don't wanna get lost in the sedative. Gotta show them what I got, I'm competitive. You know I'm about to go off, I won't let them win, I'll take a stab. I wanna chase a bag, I wanna weigh, I can change all the things I lack. I gotta face the facts, I got a taste in that. Got me obsessed with the rest, I got an itch to scratch. Slowing down, I'll give up everything. Daunting all, if I could see my dreams, I'll make things right. 'Cause I'll do anything to make what I wanna reality. Don't let go, don't let go. I'll make things right. 'Cause I'll do anything to make what I wanna reality. പിന്നെ ഒരു ചെറിയ സന്തോഷം പറയാനുള്ളത്, നമ്മുടെ ചാനൽ 2K സബ്സ്ക്രൈബേഴ്സായി. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു സന്തോഷമാണ്. നമ്മുടെ കുടുംബത്തിലോട്ട് 2000 അംഗങ്ങൾ നമ്മുടെ കുടുംബത്തിലായി എന്ന് പറയുമ്പോൾ പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷം. അതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും സപ്പോർട്ട്, സബ്സ്ക്രൈബേഴ്സ് കുടുംബത്തിലുള്ള എല്ലാവരുടെയും അകമഴിഞ്ഞ സപ്പോർട്ടും പിന്തുണയും പ്രാർത്ഥനയും എപ്പോഴും വേണം കേട്ടോ. തിരിച്ചങ്ങോട്ടും എന്താ പറയുക, എൻ്റെ പ്രാർത്ഥനയും എല്ലാം എപ്പോഴും ഉണ്ടായിരിക്കും. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഈ കഴിഞ്ഞ വീഡിയോയിലെല്ലാം നമ്മുടെ കൂട്ടത്തിൽ ചേട്ടായി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ വീഡിയോ നമ്മൾ എടുക്കാൻ പോയത് ഞായറാഴ്ചയാണ്, ഈ കഴിഞ്ഞ ഞായറാഴ്ച. അപ്പം പിറ്റേ ദിവസം തിങ്കളാഴ്ച ചേട്ടായി തിരിച്ചു പോവുകയാണ്. ചേട്ടായുടെ ലീവ് തീർന്നു. അപ്പോൾ അതുകൊണ്ട് ഞായറാഴ്ച ചേട്ടായി പോകുന്നില്ല. അതുകൊണ്ടൊരു വലിയൊരു സങ്കടമുണ്ട് കേട്ടോ. ഇനി മുന്നോട്ടുള്ള വീഡിയോയിലൊന്നും ചേട്ടായി കാണത്തില്ല. അപ്പം ചേട്ടായി ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് ഒത്തിരി ഉപകാരമായിരുന്നു. നമുക്ക് നിങ്ങൾ വീഡിയോയിൽ കണ്ടതാണല്ലോ, സൈഡ് പറയാനും ഒക്കെ ആയിട്ട് എനിക്ക് ഹെൽപ്പായിരുന്നു. ചേട്ടായി അപ്പം തിരിച്ചു പോകുന്നതുകൊണ്ട് ഒരു സങ്കടം. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ മുന്നോട്ട് പോകുന്നു. പിന്നെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും നമ്മൾ മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ അതെല്ലാം കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ 2 കുഞ്ഞനിയന്മാരെയും കുഞ്ഞനീത്തിമാരെയും കണ്ടു. അവർ പോകുന്ന വണ്ടി അങ്ങോട്ട് കയറി പോകത്തില്ല. അതുകൊണ്ട് അവർ വഴിയിൽ പെട്ടുപോയതാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചു, ചേട്ടാ ഒരു ലിഫ്റ്റ് തരുമോ എന്ന് ചോദിച്ചു. പിന്നെ നമുക്കത് വിഷയമുള്ള കാര്യമല്ലല്ലോ. ഞാൻ പറഞ്ഞു ചാടി കയറിക്കോടാ മക്കളെ എന്ന് പറഞ്ഞു. അവർ ചാടി കയറി കേട്ടോ. അവർ വന്ന വണ്ടി ഇന്നോവയിലാണ് വന്നത്. അപ്പോൾ ആ വണ്ടിയുടെ അടി 2-3 സ്ഥലത്തായിട്ട് തട്ടി. അതുകൊണ്ട് മുന്നോട്ട് കയറിപ്പോരുന്ന റിസ്ക് ആയിരിക്കുമെന്ന് വിചാരിച്ച് അവർ വണ്ടി താഴെ നിർത്തിയിട്ടേക്കുവാണ്. എന്നിട്ട് അവർ നടന്ന് കയറി പോകുന്നതാണ് കേട്ടോ. അപ്പം കുറേ ദൂരം നടന്നിട്ട് എങ്ങോട്ടും എത്തുന്നില്ല. അപ്പോൾ അവരാകെ ടയേർഡായി. അപ്പോൾ ഏതെങ്കിലും വണ്ടി വരുവാണെങ്കിൽ കൈ കാണിച്ച് കയറി പോകാം എന്നുള്ളൊരു ചിന്താഗതി വെച്ച് അവർ ഇരുന്നതാണ് കേട്ടോ. പക്ഷേ 1-2 വണ്ടി കയറിപ്പോയി. അവർ കൈ കാണിച്ചിട്ട് നിർത്തിയില്ല എന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ ആളൊക്കെ വണ്ടിക്കകത്ത് കാണുമായിരിക്കാം, അതുകൊണ്ടായിരിക്കും. എന്തായാലും നമ്മളുടെ വീഡിയോയിൽ മുന്നോട്ടുള്ള വീഡിയോയിൽ ഇവരെന്തായാലും ഉണ്ട്. അധികം എപ്പിസോഡില്ല. അടുത്തൊരൊറ്റ എപ്പിസോഡോടുകൂടി നമ്മുടെ എലവീഴ പൂഞ്ചിറയുടെ എപ്പിസോഡ് നമ്മൾ തീരുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.